ഹലോ നമസ്കാരം. ഇന്നൊരു കുട്ടി ക്രിസ്മസ് ക്രാഫ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഈ ക്രിസ്മസ് കാർഡും ഗിഫ്റ്റും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഒട്ടിക്കാൻ പറ്റുന്ന കുറച്ച് സ്റ്റിക്കേഴ്സാണ് നമ്മൾ ഇന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് ക്രിസ്മസ് സ്റ്റിക്കേഴ്സാണ് നമ്മളിവിടെ A4 പേപ്പറും പിന്നെ കുറച്ച് സ്കെച്ച് പെൻസും മാത്രം വെച്ചിട്ട് ചെയ്തെടുക്കുന്നത്. എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യം ഞാനൊരു വൈറ്റ് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ പെൻസിൽ വെച്ചിട്ട് കുറച്ച് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്ന ഇമേജസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് പെൻസിൽ വെച്ചിട്ട് വരയ്ക്കുക. പിന്നെ അത് ഞാനിവിടെ ഒരു ബ്ലാക്ക് കളർ പെന്നും ഉണ്ട്. അതിൻ്റെ മുകളിലൂടെ ഒരു ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. ഫസ്റ്റ് തന്നെ ഞാനൊരു സ്റ്റിക്കാണ് വരയ്ക്കുന്നത്. ഒരു ഇൻവേർട്ടഡ് J ഷേപ്പ് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ഇതേപോലെ തന്നെ കുറച്ച് ലൈൻസ് വരച്ചു കൊടുക്കാം. അടുത്തതായിട്ടൊരു ഗിഫ്റ്റ് ബോക്സ് വരയ്ക്കാം. ഒരു സ്ക്വയർ ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു കുഞ്ഞ് റെക്റ്റാങ്കിൾ കൂടി വരച്ചു കൊടുക്കാം. പിന്നെ അതിന് ഒരു റിബൺ കെട്ടിയതുപോലെ ഇതേപോലെ നീളത്തിലൊരു ലൈൻ കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് മുകളിൽ ബോ കെട്ടിയതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഗിഫ്റ്റ് ബോക്സ് സെറ്റായി. അടുത്തതായിട്ടൊരു ഷൂ ആണ് വരച്ചു കൊടുക്കുന്നത്. J ഷേപ്പ് വരയ്ക്കുക. എന്നിട്ട് മുകളിൽ ഇതേപോലെ തന്നെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി 2 കാൻഡിൽസ് വരയ്ക്കാം. കത്തിക്കൊണ്ടിരിക്കുന്ന 2 മെഴുകുതിരികളാണ് വരയ്ക്കുന്നത്. 2 റെക്റ്റാങ്കിൾ ഷേപ്സ് വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഈ മെഴുക് ഒലിച്ചതുപോലെ ആവാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ഡിസൈനിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു തീ കത്തി നിൽക്കുന്ന ഭാഗം കൂടി വരച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു റീത്ത് വരയ്ക്കാം. കോമ്പസോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ഇതേപോലെ 2 സർക്കിൾസ് വരയ്ക്കണം. ഇതിൻ്റെ മുകളിൽ ഒരു റിബൺ വെച്ചിട്ട് ബോ കെട്ടിയതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതേപോലെ കുഞ്ഞു റിങ്സ് കൂടി വരച്ചു കൊടുക്കാം. അടുത്തത് നമുക്ക് ക്രിസ്മസ് ക്യാപ്പ് വരയ്ക്കാം. ഇപ്പോൾ ക്യാപ്പ് വളരെ സിമ്പിളായിട്ട് തന്നെയാണ് വരച്ചു കൊടുക്കുന്നത്. ഇനി ഒരു 3 ചെറീസ് വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ചുറ്റും ലീവ്സ് കൂടി വരച്ചു കൊടുക്കാം. അടുത്തതൊരു കുട്ടി സ്റ്റാറാണ് വരയ്ക്കുന്നത്. നമ്മൾ സാധാരണ വരയ്ക്കുന്നത് പോലെ തന്നെയാണ് ഞാനിതിൽ വരച്ചു കൊടുക്കുന്നത്. കുറച്ച് ലൈൻസ് വരച്ചിട്ട് ഇതേപോലെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണല്ലോ ചെയ്യുക. അപ്പോൾ അങ്ങനെ തന്നെ വരച്ചിട്ടുണ്ട്. ഇനി ഒരു ട്രീ വരയ്ക്കാം. ഒന്നെങ്കിൽ ഇതേപോലെ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് സ്റ്റെപ്പായിട്ട് ചെയ്താലും മതി. അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡിലാണ് വരച്ചു കൊടുക്കുന്നത്. ഇനി ക്രിസ്മസ് ബെൽസ് വരയ്ക്കാം. അപ്പോൾ 2 ബെല്ല് വരയ്ക്കുന്നുണ്ട് ഞാനിവിടെ. ഒരു റിബൺ വെച്ചിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടിക്കെട്ടിയതുപോലാണ് വരയ്ക്കുന്നത്. ബാക്കിലായിട്ട് കുറച്ച് ലീവ്സ് കൂടി വരച്ചു കൊടുക്കാം. ഇപ്പോഴേ ആ ഒരു ഭംഗി വരുള്ളൂ. അടുത്തത് സ്നോമാൻ ആണ്. 2 സർക്കിൾസ് വരയ്ക്കണം. ആദ്യത്തെ സർക്കിൾ കുറച്ച് ചെറുതും അതിൻ്റെ തൊട്ടടുത്ത വലുതായിട്ട് വേണം രണ്ടാമത്തെ സർക്കിൾ വരയ്ക്കാനായിട്ട്. 2 സൈഡിലും കമ്പ് വെച്ചിട്ടുള്ള 2 കൈകൾ വരച്ചു കൊടുക്കാം. തലയിലൊരു തൊപ്പി കൂടി വരയ്ക്കുന്നുണ്ട്. നമ്മൾ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ അതേ തൊപ്പി തന്നെയാണ് ഇവിടെയും വരയ്ക്കുന്നത്. പിന്നെ കഴുത്തിലായിട്ടൊരു സ്കാർഫ് കൂടി വരയ്ക്കാം. പിന്നെ കണ്ണും മൂക്കും വായും വരച്ചു കൊടുക്കാം. മൂക്ക് ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് വരയ്ക്കുന്നത്. അടുത്തതൊരു ക്രിസ്മസ് ബോളാണ് വരയ്ക്കുന്നത്. ആദ്യം ഒരു സർക്കിൾ വരയ്ക്കാം. ഇത് ഹാങ് ചെയ്യാനുള്ള ഭാഗങ്ങളൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ബോളിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു സിമ്പിൾ ഡിസൈൻ ഇതിൻ്റെ അകത്തായിട്ട് വരച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് മെരി ക്രിസ്മസ് എന്ന് എഴുതിയിട്ടുള്ളൊരു സ്റ്റിക്കറാണ് വരയ്ക്കുന്നത്. ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഫേസ് ഒരു ബാക്ക്ഗ്രൗണ്ട് ആക്കി വെച്ചിട്ടാണ് നമ്മളിത് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഹാറ്റ് വരച്ചിട്ടുണ്ട്. പിന്നെ താഴെ മീശയും താടിയൊക്കെ വരച്ചു കൊടുക്കാം. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് മെരി ക്രിസ്മസ് എന്നെഴുതാം. ഇത് മാത്രം വെച്ചിട്ട് തന്നെ നമുക്കൊരു ക്രിസ്മസ് വിഷായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാർഡിലോ മറ്റോ ഒക്കെ ഒട്ടിച്ചിട്ടായാലും കൊടുക്കാം. ഇനി ഇതേപോലെ തന്നെ മെരി ക്രിസ്മസ് എന്ന് എഴുതിയിട്ടുള്ള വേറൊരു സ്റ്റിക്കറാണ് നമ്മളിപ്പോൾ വരയ്ക്കുന്നത്. അതൊരു സർക്കിൾ വരയ്ക്കാം. എന്നിട്ട് അതിന് ചുറ്റും ചെറീസും പിന്നെ ഇതേപോലെ തന്നെ കുറച്ച് ലീവ്സും വരച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കണക്ട് ചെയ്ത് വേണം വരയ്ക്കാനായിട്ട്, സർക്കുലർ ഷേപ്പിൽ വരുന്ന രീതിയിൽ. അതിനാണ് ആദ്യം തന്നെ സർക്കിൾ വരച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് മെരി ക്രിസ്മസ് എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് വിഷാണ് എഴുതാനുള്ളത് അത് എഴുതി കൊടുക്കാം.
അപ്പോൾ നമ്മുടെ സ്റ്റിക്കേഴ്സ് എല്ലാം ഔട്ട്ലൈൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി ഇത് കളർ ചെയ്യാന്നുള്ളതാണ്. ഞാനിവിടെ നമ്മുടെ നോർമൽ സ്കെച്ച് പെൻസ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. എല്ലാത്തിനും ഒരു റെഡ്, വൈറ്റ് ആൻഡ് ഗ്രീൻ തീമിൽ വരുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. ഈ സ്റ്റിക്കിൽ ലൈൻസ് വരച്ച ഭാഗത്ത് മാത്രം റെഡ് കൊടുക്കുകയാണ്, ബാക്കി വൈറ്റ് ആയിട്ട് തന്നെ ഇട്ടേക്കുവാണ്. ഗിഫ്റ്റ് ബോക്സിന് ഗ്രീനും പിന്നെ അതിൽ വരുന്ന റിബണിന് റെഡും ആണ് കൊടുക്കുന്നത്. റാപ്പിംഗ് പേപ്പറായിട്ട് തോന്നാനായിട്ട് കുറച്ച് ഡിസൈൻസ് എന്ന രീതിയിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് റെഡ് വെച്ചിട്ട്. ഷൂവും റെഡ് ആൻഡ് വൈറ്റ് തീമിലാണ് ചെയ്യുന്നത്. താഴെ ഭാഗത്ത് റെഡ് കൊടുക്കാം, മുകളിൽ വൈറ്റ് തന്നെയാണ്. മെഴുകുതിരിക്കും റെഡ് കൊടുക്കാം, എന്നിട്ട് ആ ഒരു ഫയറിൻ്റെ ഭാഗത്ത് ഓറഞ്ചാണ് കൊടുക്കുന്നത്. റീത്തിന് ഗ്രീൻ കൊടുക്കാം, എന്നിട്ട് ആ ഒരു ലൈൻസ് വരുന്ന ഭാഗത്ത് മാത്രം റെഡ് കൊടുക്കാം. ഗ്രീൻ റീത്തിന് റെഡ് റിബൺ വെച്ചിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ്. മുകളിൽ വരുന്ന ബോയ്ക്കും റെഡ് തന്നെ കൊടുക്കുന്നുണ്ട്. ഈ തൊപ്പിക്ക് പിന്നെ റെഡ് തന്നെയാണ് കൊടുക്കുന്നത്, റെഡ് ആൻഡ് വൈറ്റ് തീമിൽ. ചെറിക്ക് റെഡ് കൊടുക്കാം, പിന്നെ ആ ഒരു ലീവ്സിന് ഡാർക്ക് ഗ്രീനാണ് കൊടുക്കുന്നത്. സ്റ്റാറിന് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാനിവിടെ യെല്ലോ കളറാണ് കൊടുക്കുന്നത്. ഈ ട്രീയുടെ ഓരോ ലെയേഴ്സിനും ഇതേപോലെ കുറച്ച് സർക്കിൾസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബോൾ തൂങ്ങിക്കിടക്കുന്ന രീതിയിലാണ്. ഈ ബോളിൽ ഓരോന്നിനും ഓരോ കളേഴ്സ് വീതം കൊടുക്കാം. എന്നിട്ട് ബാക്കി ഫുൾ ഗ്രീൻ വെച്ചിട്ട് ഫില്ല് ചെയ്യാം. ബെൽസിന് യെല്ലോ കളർ കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ താഴെ ഭാഗത്ത് വരുന്ന ഈ ഒരു റൗണ്ട് ഷേപ്പിന് ബ്രൗൺ കളറാണ് കൊടുക്കുന്നത്. പിന്നെ ഇത് ഹാങ് ചെയ്യാനുള്ള ആ ഒരു ഭാഗത്തും ബ്രൗൺ തന്നെ കൊടുക്കാം. ബോയ്ക്ക് റെഡും ലീവ്സിന് ഗ്രീനും ചെയ്യുന്നുണ്ട്. സ്നോമാൻ്റെ തൊപ്പിക്കും ആ ഒരു സ്കാർഫിനും മാത്രം റെഡ് കളർ കൊടുക്കാം. മൂക്കിന് ഓറഞ്ചാണ് കൊടുക്കുന്നത്. പിന്നെ ആ ഒരു കൈഭാഗത്ത് ബ്രൗണും കൊടുക്കാം. ക്രിസ്മസ് ബോളും റെഡ് തീം തന്നെയാണ് ചെയ്യുന്നത്. ആ ഒരു ഡിസൈൻ്റെ ഭാഗത്ത് മാത്രം യെല്ലോയും ഓറഞ്ച് കളേഴ്സ് കൊടുക്കുന്നുണ്ട്. ഒഴിഞ്ഞെടുക്കുന്ന ഈ ഒരു ഭാഗത്ത് ബ്ലാക്ക് കളർ പെന്ന് വെച്ചിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഈ ഒരു സ്റ്റിക്കറും റെഡ് ആൻഡ് വൈറ്റ് തീമിൽ തന്നെ ചെയ്തെടുക്കാം. ഈ സ്റ്റിക്കറിൽ ചെറീസിന് റെഡ് കളർ കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ലീവ്സിനെല്ലാം ഗ്രീൻ കളർ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇമേജസ് എല്ലാം കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു റെഡും ഗ്രീനും കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ക്രിസ്മസ് തീം വരുന്നുണ്ട്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന കുറച്ച് ഇമേജസ് മാത്രമേ ഞാനിപ്പോൾ ഇവിടെ വരച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് കട്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വരച്ചതിൻ്റെ ആ ഒരു ഔട്ട്ലൈൻ കഴിഞ്ഞിട്ട് കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് സ്റ്റിക്കറായിട്ട് ഒട്ടിക്കുമ്പം ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാം ഞാൻ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇമേജസ് എല്ലാം ഇങ്ങനെ തന്നെ ബാക്ക് സൈഡിൽ പശ തേച്ചിട്ട് സ്റ്റിക്കറായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അതല്ല, സ്റ്റിക്കറിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു സെല്ലോ ടേപ്പ് എടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ സ്റ്റിക്കർ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഗമ്മ് വരുന്ന ഭാഗത്ത് നമ്മുടെ ഇമേജ് റിവേഴ്സായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ നല്ല ഭാഗം ഇവിടെ വരുന്ന രീതിയിൽ വേണം ഒട്ടിക്കാനായിട്ട്. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് ആ ഒരു ഷേപ്പ് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിത് കാർഡിലൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ തട്ടുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സ്കെച്ച് പരന്നു പോവില്ല. അതിൻ്റെ മുകളിൽ ഒരു വാട്ടർ പ്രൂഫായിട്ട് നമ്മൾ ഈ ഒരു സെല്ലോ ടേപ്പ് നിൽക്കും. അപ്പോൾ കുറച്ചുകൂടി സേഫായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതിൻ്റെ ആ ഒരു ഗ്ലേസിങ്ങും കൂടി വരുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് സ്റ്റിക്കറായിട്ട് തന്നെ തോന്നും. അപ്പോൾ അതാ നമ്മുടെ ഒരു സ്റ്റിക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലാണ്ട് തന്നെ നമുക്ക് ബാക്ക് സൈഡിൽ ഗമ്മ് തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 എണ്ണം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഈ സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഹാൻഡ് മെയ്ഡ് ആയിട്ടൊരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കുന്നുള്ള വീഡിയോ നമ്മൾ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ താഴെ കമൻറ്റിൽ കൊടുക്കാം.
അപ്പോൾ അതിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കിട്ടുന്നതാണ്. അപ്പോൾ ഒന്ന് കയറി നോക്കുക, എന്നിട്ട് ഇഷ്ടപ്പെട്ടതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.